നമസ്കാരം. കേരളത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കിയ ഒരു വാർത്തയാണ് ഇന്ന് നമ്മളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയം. ആരോഗ്യ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുന്ന ഒരു സാഹചര്യം. ആരോഗ്യമന്ത്രിയോട് ആദ്യമേ ഒരു വാക്ക്, ആരോഗ്യ വകുപ്പ് എന്ന കപ്പലിന് ഒരു കപ്പിത്താനില്ല മാഡം, ഉണ്ടെങ്കിൽ ഈ നാണക്കേട് ഉണ്ടാകുമായിരുന്നില്ല. മന്ത്രിയുടെ വാചക കസർത്തിൽ യാഥാർത്ഥ്യങ്ങൾ മൂടിവെക്കാനും ആവില്ല. ഇത്തവണ ചക്ക വീണ് ശസ്ത്രക്രിയ മുടങ്ങി തുടങ്ങിയിട്ടുള്ള മുടന്തന്യായം, ആ മുടന്തന്യായങ്ങളൊന്നും നിലനിൽക്കില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇല്ലായ്മകൾ താങ്കളുടെ ഓഫീസിനെ നേരിട്ടറിയിച്ചു എന്നാണ് യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവി ആയിട്ടുള്ള ഡോക്ടർ പറഞ്ഞത്. അത് താങ്കളുടെ സെക്രട്ടറി താങ്കളെ അറിയിച്ചില്ലെങ്കിൽ അത്രയ്ക്ക് വിലയെ താങ്കൾക്ക് സെക്രട്ടറി നൽകുന്നുള്ളൂ എന്ന് കരുതേണ്ടി വരും. ഈ നാണക്കേടിൻ്റെ ഭാരം പേറാതെ രാജിവെച്ച് പോകുന്നതാണ് ഉത്തമം. രാഷ്ട്രീയ ധാർമ്മികതയെപ്പറ്റിയൊക്കെ താങ്കൾ മാധ്യമപ്രവർത്തകയായിരുന്ന കാലത്ത് പറഞ്ഞത്, അതെല്ലാം താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്നാന്തരം CPMകാരനായിട്ടുള്ളൊരു ഡോക്ടർ, ആ ഡോക്ടറാണ് താങ്കളുടെ വകുപ്പിൻ്റെ പോരായ്മകൾ പരസ്യമായിട്ട് പറഞ്ഞത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ രോഗികൾ വാങ്ങി നൽകേണ്ടി വരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ കേരളത്തിന് മുഴുവൻ ലജ്ജാകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോക്ടർമാർ ഇരക്കേണ്ടി വരുന്നു എന്നാണ് പറഞ്ഞത്. മറ്റു വകുപ്പ് മേധാവികൾ ഇതൊന്നും പറയാത്തത് ഭയം കാരണമാണ് എന്നാണ് ഈ ഡോക്ടർ തന്നെ പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ മികവിൻ്റെ കേന്ദ്രമാണെന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. ആ മെഡിക്കൽ കോളേജിലെ സ്ഥിതി ഇതാണെങ്കിൽ ബാക്കി സർക്കാർ ആശുപത്രികളിലെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയതൊക്കെ ഈ അടുത്ത കാലത്ത് വാർത്തയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം തീർക്കണമെന്നാവശ്യപ്പെട്ട് MP നിരാഹാരം ഇരുന്നതും ഈ അടുത്ത കാലത്താണ്. ഏതാണ്ട് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും മരുന്ന് ക്ഷാമം രൂക്ഷമായിട്ടുള്ളൊരു സ്ഥിതിയാണ്. ഇതാണോ കേരള മോഡൽ ആരോഗ്യ മേഖല എന്ന് ശ്രീമാൻ പിണറായി വിജയൻ ഒന്ന് വിശദീകരിക്കണം. സൗജന്യ ചികിത്സയെക്കുറിച്ചൊക്കെ ആരോഗ്യമന്ത്രി പലപ്പോഴും വീരവാദം മുഴക്കാറുണ്ട്. ഈ സൗജന്യ പദ്ധതികൾ മിക്കതിൻ്റെയും അടിസ്ഥാനം കേന്ദ്ര പദ്ധതികളാണ്. അവയെ പേരുമാറ്റിയതാണ് എന്ന് മന്ത്രി മിണ്ടാറില്ല. ഉദാഹരണത്തിന് കാരുണ്യ പദ്ധതി, അതിൻ്റെ അടിസ്ഥാനം കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയാണ്. ഈ 18 വയസ്സിൽ താഴെയുള്ളവരുടെ സൗജന്യ ചികിത്സ ആരോഗ്യ കിരണം പദ്ധതി വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രമമാണ്. കാരുണ്യ പദ്ധതി തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്, UDF സർക്കാരിൻ്റെ കാലത്ത്. അതിൽ കോടികൾ ആശുപത്രികൾക്ക് കുടിശ്ശിക വരുത്തുകയാണ് ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാർ ചെയ്തത്. സർക്കാരിൻ്റെ വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് 100 കോടി ചെലവിട്ട ഒരു സർക്കാരാണിത്. ആ സർക്കാരാണ് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങാൻ പണമില്ല എന്ന് പറയുന്നത്. ഈ ആഘോഷത്തിൽ 100 കോടിയിൽ 20 കോടി പരസ്യത്തിൻ്റെ ബോർഡുകൾക്ക് വേണ്ടി മാത്രമാണ് ചിലവാക്കിയെന്നാണ് ഞാൻ വായിച്ചതൊരു ഓർമ്മയുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി, അദ്ദേഹം പൊതുവെ ചിരിക്കാറില്ല, അദ്ദേഹത്തിൻ്റെ ചിരിക്കുന്ന മുഖം വെക്കാൻ വേണ്ടിയിട്ട് 20 കോടി ചെലവിട്ടു. എന്താ ഈ സർക്കാരിൻ്റെ മുൻഗണന എന്നുള്ളത് അതിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാത്തത് കേന്ദ്ര സർക്കാരിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും രംഗത്തെത്തും. ആ ക്യാപ്സ്യൂളിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. വന്യമൃഗം ഇറങ്ങിയാലും ഉച്ചക്കഞ്ഞി മുടങ്ങിയാലും ആശാവർക്കർമാർ സമരം ചെയ്താലും എല്ലാം മോദിയുടെ കുറ്റമാണ് എന്ന് പറയുന്ന പതിവ് ക്യാപ്സ്യൂൾ ഇവിടെയും ഇറക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പിന്നെ CPMകാരോട് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്, UPയിൽ ഡോക്ടർ കഫീൽ ഖാൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയ ആളുകൾ ഡോക്ടർ ഹാരിസിനെ സംരക്ഷിക്കുമോ എന്നാണ്. അതിനുവേണ്ടിയാണ് കേരളം കാത്തിരിക്കുന്നത്.